ഡൽഹിയുടെ മാപ്പിൽ ഹൃദയഭാഗത്ത് ആം ആദ്മി പാർട്ടിയും ചുറ്റും BJPയുടെ കാവിച്ചിഹ്നവുമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ശക്തി ദുർഗങ്ങളിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റം, ആ കടന്നുകയറ്റമാണ് BJPക്ക് നിലവിൽ ഇത്രയും സീറ്റുകളുടെ ലീഡ് അവർക്ക് നൽകിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് പ്രകാരം 41-ും 29-ഉം ആണെങ്കിൽ നമ്മുടെ സ്ക്രീനിലുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ 38 സീറ്റിലേക്ക് BJP താഴ്ന്നിരിക്കുന്നു. വീണ്ടും 38 സീറ്റിലേക്ക്, ആം ആദ്മി പാർട്ടി 32 സീറ്റിലേക്ക്. കേവലം 6 സീറ്റിന്റെ മാത്രം വ്യത്യാസമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും BJPയും തമ്മിലുള്ളത്. ഇനിയും നിരവധി റൗണ്ടുകൾ വോട്ട് എണ്ണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയും. കാരണം മാജിക് നമ്പറിൽ നിന്ന് കേവലം 3 സീറ്റ് മാത്രമാണ് BJP കൂടുതലുള്ളത്. മാജിക് സീറ്റിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് എത്താൻ കേവലം 3 സീറ്റ് മാത്രം മതി എന്നുള്ളിടത്താണ് ഈ പോരാട്ടത്തിന്റെ പ്രത്യേകത. 70 സീറ്റുകളാണ് ഡൽഹിയിലുള്ളത്, 38-32 എന്ന നിലയിലാണ്. കോൺഗ്രസ് ഒരു സീറ്റ് ലീഡ് ചെയ്തിരുന്നത്, ആ സീറ്റ് ലീഡ് നില അവർ കൈവിട്ടിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയും. എന്തായാലും അവസാന നിമിഷം വരെ പ്രതീക്ഷ കൈവിടാതെയാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉള്ളത് എന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാകും. അതിന്റെ കാരണം നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. കേവലം വീണ്ടും മാറി മറിഞ്ഞു ജെയിംസ്. 41-ലേക്ക് BJP ഉയർന്നിരിക്കുകയാണ്, 29-ലേക്ക് ആം ആദ്മി പാർട്ടി വീഴുകയും ചെയ്തു. പക്ഷെ 40-30-ലേക്ക് വീണ്ടും മാറുന്നു. കണക്കുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ ഇപ്പോഴും വെച്ചുപുറത്തുന്ന ആത്മവിശ്വാസം അവസാനത്തെ റൗണ്ടുകൾ എണ്ണുമ്പോൾ അത്ഭുതം കാണിക്കാൻ പോകുന്നു ഞങ്ങളെന്നാണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ 223 വോട്ടിന് ലീഡ് ചെയ്യുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് ലീഡ് നിലനിർത്താൻ കഴിയുമോ, വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ കിടക്കുന്നു. എൻ്റെ കൂടെ PR അരവിന്ദ് ഉണ്ട്. അരവിന്ദ് എവിടെയാണ്? നിഷാദ്, ഞാനിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിലാണ്. എന്തായാലും പാർട്ടി പ്രവർത്തകരൊന്നും ഇതുവരെ ആത്മവിശ്വാസം കൈവിട്ടില്ല. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നൃത്തം ചെയ്തുകൊണ്ട് അവരുടെ പാർട്ടി ഒരു തിരിച്ചുവരവ് നടത്തുമെന്ന് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന ഓരോ ആം ആദ്മി പാർട്ടി പ്രവർത്തകനും വ്യക്തമാക്കുന്നത്. ചില റൗണ്ടുകൾ മാത്രമാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ടി ശക്തമായ ഒരു തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. അരവിന്ദ് കെജ്രിവാൾ തന്നെ വീണ്ടും ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി എത്തുമെന്നും ഇപ്പോൾ ഓരോ പ്രവർത്തകരും വ്യക്തമാക്കുന്നു. പ്രധാനമായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് BJP എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പാവപ്പെട്ടവർക്ക് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല, എല്ലാവരും ഇവിടെ നിന്ന് തന്നെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ആം ആദ്മി പാർട്ടി പ്രവർത്തകനും വ്യക്തമാക്കുന്നത്.